ഹലോ വെൽക്കം ബാക്ക് ടു ബ്യൂട്ടി ലോഞ്ച്. അപ്പോൾ നമ്മളിന്ന് സ്കാർഫ് എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യാൻ പോകണമെന്നാണ് നോക്കുന്നത്. ആദ്യത്തെ സ്റ്റൈലിനായിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ കഴുത്തിന് ചുറ്റും ഇങ്ങനെ നോർമലായിട്ടുള്ള രീതിയിൽ സ്കാർഫ് ഇട്ടിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് മെസ്സി ആയിട്ട് വെച്ച് കഴിഞ്ഞാണെങ്കിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റൈലാവും. നമ്മുടെ രണ്ടാമത്തെ സ്റ്റൈലിനായിട്ട് നമ്മൾ ആദ്യമേ ചെയ്തതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സ്കാർഫിൻ്റെ അറ്റം ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ഒരു ചെറിയൊരു ലെങ്ത് ഡിഫറൻസ് വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒരു വട്ടം കൂടെ ഒന്ന് ചുറ്റിച്ചെടുത്തു. അപ്പോൾ ശരിക്കും നല്ല ഒരേ ലെങ്ത്തിലുമായി സ്റ്റൈൽ ടോട്ടലി ഡിഫറെൻ്റായി. നല്ല ആദ്യത്തെ സ്റ്റൈലിലും ശരിക്കും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ് രണ്ടാമത് കിട്ടിയത്. നമ്മുടെ തേർഡ് സ്റ്റൈലിനായിട്ട് ജസ്റ്റ് നമ്മുടെ ആ ഒരു സ്കാർഫ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മുടെ നെക്കിന് റൗണ്ട് ചെയ്ത് എടുത്തിട്ട് ആ ഒരു ലൂപ്പിലോട്ട് ജസ്റ്റ് നമ്മുടെ സ്കാർഫിൻ്റെ എൻഡ് ഒന്ന് കയറ്റുന്നു. അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണിത്. പക്ഷേ എന്നാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോർത്ത് സ്റ്റൈൽ വന്നിട്ട് ജസ്റ്റ് നമ്മുടെ സ്കാർഫിൻ്റെ രണ്ട് എൻഡും കൂടെ ഒരു ചെറിയൊരു നോട്ട് ഇടുവാണ്. എന്നിട്ട് നമ്മുടെ കഴുത്തിന് ചുറ്റും വെച്ചിട്ട് ഒരു ഇൻഫിനിറ്റി ലൂപ്പാണ് ഞാൻ ആക്കുന്നത്. അതും നമ്മുടെ കഴുത്തിലോട്ട് ഇടുവാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മെസ്സി ആയിട്ടുള്ള ഒരു സ്റ്റൈലാക്കാം, ഇല്ലെങ്കിൽ നല്ല ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ആ നെക്കിന് ചുറ്റും വച്ചാൽ മതി. നമ്മുടെ ഫോർത്ത് സ്റ്റൈൽ റെഡി. നമ്മുടെ ഫിഫ്ത്ത് സ്റ്റൈലിനായിട്ട് നമ്മൾ നോർമലി സ്കാർഫ് ഇടുന്ന പോലെ ഞാൻ ഇടുവാണ്. എന്നിട്ട് ചുമ്മാ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒരു കുഞ്ഞ് നോട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ ഒരു സ്കാർഫ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടുള്ളൊരു നോട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഫ്ത്ത് സ്റ്റൈൽ. അപ്പോൾ നമ്മുടെ ആറാമത്തെ സ്റ്റൈൽ മറ്റൊന്നുമല്ല, നമ്മുടെ നോർമലി സ്കാർഫ് ഇടുന്ന ഒരു രീതി തന്നെയാണ് കേട്ടോ. ഏഴാമത്തെ സ്റ്റൈലിനായിട്ട് നമ്മൾ ജസ്റ്റ് ആദ്യമേ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്കിനോട് ചേർന്ന് ആ സ്കാർഫ് ഇരിക്കുന്നു മാത്രം. സ്റ്റൈലിൻ്റെ സെയിം സ്റ്റൈൽ തന്നെയാണ്. പക്ഷെ ജസ്റ്റ് നമ്മൾ ആ ഒരു എൻഡ് സ്കാർഫിൻ്റെ എൻഡ് വന്നിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു ടേർട്ടിൽ നെക്ക് പോലെ നമ്മുടെ സ്കാർഫ് ഒന്ന് വീതി കൂട്ടിയെടുക്കുകയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരേ സ്റ്റൈലാണെങ്കിലും കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ലുക്കിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കാർഫിൻ്റെ രണ്ട് അറ്റത്തെയും ഒരു എൻഡ് ഉണ്ടല്ലോ, ആ എൻഡ് നമ്മൾ നോട്ടായിട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നോർമലി ഇടുന്ന പോലെ തന്നെ നമ്മുടെ കഴുത്തിന് ചുറ്റും ഈ സ്കാർഫ് ഇടുവാണ്. ഇനി നമ്മൾ ഇൻഫിനിറ്റി ലൂപ്പ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ സെയിം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്കാർഫിൻ്റെ എൻഡ് വന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് താഴോട്ട് വലിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 9th ലുക്ക് റെഡിയാണ്. നമ്മുടെ ലാസ്റ്റ് ലുക്കിനായിട്ട് നോർമലി സ്കാർഫ് ഇടുന്ന പോലെ ഇട്ടിട്ട് ഒരു നോട്ട് ഇടുവാണ്. ഇനി നമ്മൾ നമ്മുടെ കംപ്ലീറ്റ് ആ ഒരു സ്കാർഫിൻ്റെ ലെങ്ത്ത് ഫുള്ള് ആ ഒരു സർക്കിളിൽ നമ്മൾ ചുറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളൊന്ന് ഒരു ഓർഡർ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫൈനൽ ലുക്ക് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലുക്കോടെ നമ്മുടെ വീഡിയോ ഇന്നിട്ട് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി. ബൈ.